രാജ്യത്ത് ഈ മേഖലയിൽ ജോലിയെടുക്കുന്നവരുടെ ഈ മേഖലയിൽ വലിയൊരു അരക്ഷിതാവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ ഈ നവലിബറൽ നയങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരാണ്. ആ നയത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്, ഒരു ഉൽപ്പന്നമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയങ്ങളെല്ലാം വരുന്നത്. ആർക്കും ആരെയും ചൂഷണം ചെയ്യാം. പണമുള്ളവന് പണം ഇരട്ടിപ്പിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളുണ്ട്. എന്നാൽ ഇവിടെ മനുഷ്യൻ്റെ, സാധാരണക്കാരൻ്റെ വികാരത്തെ ആരും കാണുന്നില്ല. വലിയ അരക്ഷിതാവസ്ഥയല്ലേ ഈ മേഖലയിലുള്ളത്. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരാണ് ഇവർ എല്ലാം. വലിയ വിദ്യാഭ്യാസം നേടി വലിയ പ്രതീക്ഷയോടുകൂടി ജോലിക്ക് കയറി ഒരു സുപ്രഭാതത്തിൽ പറയാണ്, ഇവിടെ ഈ ജോലിക്ക് വന്നതാണ് ഇവർ, എല്ലാ പ്രതീക്ഷയോടും കൂടി ഒരു ദിവസം ജോലിക്ക് വരുന്ന സമയത്ത് മുകളിലേക്ക് കയറരുത് എന്ന് പറയുന്നു. എന്തൊരു തോന്നിവാസമാണ് ഇവിടെ നടക്കുന്നത്. ഇതിനെയെല്ലാം കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോകാൻ സാധിക്കില്ല. വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഉയർന്നു വരേണ്ടതുണ്ട് രാജ്യത്ത്. ഇപ്പോൾ നേരത്തെ തൊഴിലാളി സംഘടനകൾ വലിയ സമരം രാജ്യത്ത് ഈ നയത്തിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചതാണ്. അന്നും നമ്മുടെ നാട്ടിൽ പലർക്കും ഇതിന്റെ അപകടം മനസ്സിലായിട്ടില്ല. ഇത് ഇന്നിപ്പോൾ ഈ കോറം ഹെൽത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ എല്ലാ കമ്പനികളും ഇതേ രീതിയിൽ ഇടപെടില്ല എന്ന് എന്ത് ഉറപ്പാണുള്ളത്? വലിയ രീതിയിൽ ഇത് വ്യാപിക്കില്ലേ? അപ്പോൾ ഗവൺമെന്റ് ശക്തമായ നിയമനിർമ്മാണത്തിലേക്ക് തയ്യാറാകണം. കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായും മുതലാളിത്തത്തോട് ചേർന്ന് നിന്ന് എല്ലാ സൗകര്യങ്ങളും കോർപ്പറേറ്റുകൾ ചെയ്തു കൊടുക്കുന്ന സാഹചര്യമാണുള്ളത്. എന്നാൽ ആ കോർപ്പറേറ്റുകളെ അതുപോലെ ഇങ്ങനെ വിഹരിക്കാനുള്ള സൗകര്യം കേരളത്തിൽ അനുവദിക്കരുത്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നമ്മുടെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന, ഈ അഭ്യസ്തവിദ്യരെ ചൂഷണം ചെയ്യുന്ന ഈ കോർപ്പറേറ്റുകളെ, വലിയ കമ്പനികളെ നിയന്ത്രിക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാകണം. അടിയന്തരമായി ഇടപെടണം. ഇപ്പോൾ ഇവിടെ തന്നെ ചർച്ചയ്ക്ക് ഒരു മന്ത്രിയൊന്നുമില്ല. ഇതൊരു പ്രശ്നമല്ലേ? എറണാകുളം പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട കേരളത്തിന്റെ ഒരു വ്യവസായ നഗരത്തിൽ ഇങ്ങനെ ഒരു വലിയ അനീതി നടന്നിട്ട് എന്താ മന്ത്രിമാർ ഇടപെടാത്തത്? മുഖ്യമന്ത്രിയുടെ നാടല്ലേ ഇത്? നിയമവകുപ്പിന്റെ ചുമതല കൂടി അദ്ദേഹത്തിനാണല്ലോ ഉള്ളത്. ഇവിടെ ഇടപെടണ്ടേ? ഈ ഒരു വ്യവസായ നഗരത്തിൽ ഒരു കോർപ്പറേറ്റ് വന്നിട്ട് ഈ കാണുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാരെ തെരുവിലിറക്കിയ ഈ ഒരു സംഭവത്തിൽ എന്താ പ്രതികരിക്കാത്തത്? പറയണ്ടേ? ഇടപെടണ്ടേ? പരിശോധിക്കണ്ടേ? നമ്മുടെ നാട്ടിൽ എന്തും നടത്താം, അല്ലെങ്കിൽ എങ്ങനെയും പോകാം എന്നുള്ളതാണോ ഇവർ കരുതുന്നത്? അപ്പോൾ ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട്. ഇവരാഗ്രഹിക്കുന്നത് പോലെ, ഈ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നത് പോലെ അവരോടൊപ്പം ഏത് പോരാട്ടത്തിനും ഞങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയാനുള്ളത്.